മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സും അതുപോലെ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 ആണെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുമ്പോൾ തേർഡ് സെമസ്റ്ററിൽ MT ലാബ് പഠിക്കാനുണ്ട് അല്ലേ. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ പല എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള കുറേ കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഒരു പോർഷനിൽ മൊത്തത്തിൽ വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ ഏകദേശം ഇത്രത്തോളം ഭാഗം നിങ്ങൾ MT ലാബിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ടെസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇവിടെ കാണുന്ന പോലെ തന്നെ റോക്ക്വെൽ ടെസ്റ്റ്, നമ്മൾ ഹാർഡ്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റോക്ക്വെൽ ടെസ്റ്റ്, പിന്നെ ടെൻഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റ്, പിന്നെ നമ്മുടെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ വരുന്ന വിഷ്വൽ ഇൻസ്പെക്ഷനും അതുപോലെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ LPT അഥവാ ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ അൾട്രാസോണിക് ടെസ്റ്റ് അല്ലെങ്കിൽ റേഡിയോഗ്രാഫി ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ MT ലാബിൽ മിക്കവാറും എല്ലാവരും എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ബ്രിന്നൽ വരുന്നുണ്ട്, വിക്കേഴ്സ് വരുന്നുണ്ട്, റോക്ക്വെൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കംപ്രഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ ടെൻസൈൽ ടെസ്റ്റോ, പിന്നെ നമ്മുടെ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നിങ്ങൾ ഓൾറെഡി MT ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തിയറി പോർഷനാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്നൊക്കെ നമുക്ക് 7 മാർക്കിനൊക്കെ ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു ടെസ്റ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ്റെ ഫിഗർ വരയ്ക്കാനും അതിൻ്റെ ഒരു പ്രൊസീജിയർ എഴുതാനും അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എഴുതാനൊക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു മൊഡ്യൂൾ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ. പിന്നെ ബാക്കി വരുന്ന ഒരു പോർഷൻ വരുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സും പറയുന്ന ചെറിയൊരു ടോപ്പിക്കുമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല സ്കോർ നമുക്ക് ഇവിടുന്ന് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏകദേശം നമ്മുടെ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂള്ള ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് തന്നെ ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ആദ്യം ഫെയിലിയറിനെ കുറിച്ചാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അല്ലേ. എന്താണ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അൺആക്സെപ്റ്റബിൾ ഡിഫോർമേഷൻ ഓർ ഫ്രാക്ചർ ആണ്. അത് നമുക്ക് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു മെഷീൻ്റെ പാർട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഡിഫോർമേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിഫോർമേഷനോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ചറോ സംഭവിച്ചാൽ നമുക്കതിനെ ഫെയിലിയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ട് അതാണ് ഫെയിലിയർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഫെയിലിയർ എന്നുള്ളത്. ഒരു കോമൺ ആയിട്ട് വരുന്ന മലയാളത്തിൽ ഫെയിലിയറിൻ്റെ മീനിങ് എന്താണ്, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബാക്കി നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വെൻ എ മെക്കാനിക്കൽ ലോഡ് ഈസ് അപ്ലൈഡ് എ മെറ്റീരിയൽ ക്യാൻ ഫെയിൽ അണ്ടർ ദ ഫോളോയിങ് വേസ്. ഇപ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ ലോഡ്, ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ മേലെ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഫെയിൽ ഉണ്ടാകുന്നത് താഴെ പറയുന്ന വിധം ആയിരിക്കും. അതായത് ഒന്നാണെങ്കിൽ ബൈ ഫ്രാക്ചറാണ് പറയുന്നത്, പിന്നെ പറയുന്നത് ബക്കിളിങ് അല്ലെങ്കിൽ കൊളാപ്സിങ്. ഓക്കെ, അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. ബൈ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേഷൻ ഓർ പുള്ളിങ് എപ്പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു, നമ്മളതിൻ്റെ മേലെ ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്തായി പോവാണ്, അത് 2 പീസായിട്ട് ബ്രേക്കായി പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കതിനെ ഫ്രാക്ചർ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത് നോക്കാം. ബൈ ബക്കിളിങ് ഓർ കൊളാപ്സിങ്, അതായത് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ഓവർലോഡഡ് കോളംസ്. ഇപ്പോൾ കോളംസ് നമ്മൾ സാധാരണ കോളംസ് ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ കോളംസ്. നമ്മൾ സാധാരണ മലയാളത്തിൽ തൂണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതിൻ്റെ മേലെ നമ്മൾ വീടിൻ്റെ സൺഷെയ്ഡോ അല്ലെങ്കിൽ നമ്മുടെ കാർ പോർച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ തൂണ് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോളംസ് എന്ന് പറയും. ഇപ്പോൾ ഈ കോളംസ് എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ ലോഡ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ ലോഡ് കൂടുന്നതനുസരിച്ച് കോളം ചിലപ്പം ബക്കിളായി പോകും, ചിലപ്പോൾ ഇങ്ങനെ ബെൻഡായി പോകാനോ അല്ലെങ്കിൽ വല്ല ക്രാക്കുകൾ വരാനൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ കോമൺ ആയിട്ട് ബക്കിളിങ് അല്ലെങ്കിൽ കൊളാപ്സിങ് എന്ന് പറയാം. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്, ഇവിടെ ഫ്രാക്ചർ ഒരു മെക്കാനിക്കൽ ലോഡ് ഒരു മെറ്റീരിയലിൻ്റെ മേലെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഫെയിലിയർ ഉണ്ടാകുന്നത് താഴെ പറയുന്ന 2 പ്രകാരമായിരിക്കും. ഒന്ന് ഫ്രാക്ചർ അല്ലെങ്കിൽ ബക്കിളിങ് അല്ലെങ്കിൽ കൊളാപ്സിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മൊഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, പിന്നെ നോക്കാം. ഒക്കറൻസ് ഓഫ് ഫെയിലിയർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. അപ്പോൾ ഫെയിലിയർ ഉണ്ടാകാനുള്ള കാരണക്കാരായിട്ട് അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അല്ലേ, നമ്മൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ അത് ഉണ്ടാക്കിയുള്ളത്,
അതിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊരു കോളം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ നീളവും വീതിയും അതിൻ്റെ തിക്നെസ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായി ഡിസൈൻ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ ഫെയിലറാണ് സംഭവിക്കുക. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ യൂസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഫെയിലർ സംഭവിക്കും. പിന്നെ അതിൻ്റെ ഫാബ്രിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു യൂസ്, നമ്മൾ ഏത് തരത്തിലുള്ള യൂസേജിനാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്താണെന്ന് എന്ന് നോക്കിയിട്ടും, അല്ലെങ്കിൽ ആ ഏത് കാര്യത്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫെയിലിയർ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫെയിലിയർ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ഡിസൈൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫാബ്രിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണോ അതൊക്കെ കൂടി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഫെയിലിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രാക്ചറിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫ്രാക്ചേഴ്സാണ് നമ്മുടെ ബ്രിട്ടിൽ ഫ്രാക്ചറും അതുപോലെ തന്നെ ഡക്റ്റൈൽ ഫ്രാക്ചറും. ഈസിയായിട്ട് പറയാം, എന്താണ് ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പൊട്ടിപ്പോവാണ് അല്ലേ. ഒരു ഗ്ലാസ് എങ്ങനെ പൊട്ടിപ്പോവുക? ഇപ്പോൾ ഇതൊരു ഗ്ലാസ്സാണ് വിചാരിക്കുക. ഇതിൻ്റെ മേലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഹാമർ ഉപയോഗിച്ച് ഇതിൻ്റെ മേലേക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു തട്ടിട്ട് എന്ത് ചെയ്യും, ആ ഗ്ലാസ് അങ്ങ് ബ്രേക്കായി പോകും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് ബ്രേക്ക് ആകുമ്പോൾ അത് ബ്രേക്ക് ആകുന്ന സമയത്ത് അതിൻ്റെ ഡിഫോർമേഷനൊക്കെ കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, ഇതിപ്പോൾ ഒരു നീളത്തിലുള്ളൊരു ഗ്ലാസിൻ്റെ പീസാണ് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് ഇവിടുന്ന് അങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ്, ഒരു ഫോഴ്സ് കൊടുത്ത് വലിക്കുകയാണ് വിചാരിക്കുക. ഇതെങ്ങനെ പൊട്ടിപ്പോവുക? ഒറ്റ ക്രാക്കായിരിക്കും സംഭവിക്കുക അല്ലേ. ഒറ്റ പൊട്ടലാവും പൊട്ടുന്നുണ്ടായിരിക്കുക. രണ്ട് പീസായിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ 3-4 പീസായിട്ട് ഒറ്റ പൊട്ടലാവും പൊട്ടുന്നുണ്ടാവുക അല്ലേ. ഇതാണ് നമ്മുടെ ഗ്ലാസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുക. എന്നാൽ ഇതേ സ്ഥാനത്ത് നമ്മൾ വല്ല ഒരു സ്റ്റീല് ഒന്നും വേണ്ട, ഒരു റബ്ബർ ബാൻഡ് ആയിക്കോട്ടെ, അത് റബ്ബർ ബാൻഡ് വിചാരിക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ ഈ റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കുമ്പോൾ എങ്ങനെ പൊട്ടിപ്പോവാം? അതിങ്ങനെ നീളം കൂടി അല്ലേ, നീളം കൂടി വീതി കുറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനം അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് റബ്ബർ ബാൻഡ് ഇങ്ങനെയുള്ളത് നമ്മൾ രണ്ട് ഫോഴ്സ് അപ്പുറം ഓപ്പോസിറ്റ് നേച്ചറിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, നീളം കൂടും അതിൻ്റെ വീതി കുറയും, ഇങ്ങനെ കുറഞ്ഞ് അവസാനമായിരിക്കും എന്ത് ചെയ്യുക, നീളം കൂടി വീതി കുറഞ്ഞ് അവസാനം അതിന് ബ്രേക്ക് സംഭവിക്കുക. അതായത് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഒരു സെൻറ്ററിലോ അല്ലെങ്കിൽ ആ പോർഷനിലായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നീളം വീതി കുറഞ്ഞ് തിക്നെസ് കുറഞ്ഞ് അവസാനമായിരിക്കും എന്ത് ചെയ്യുക, അത് പൊട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റബ്ബർ ബാൻഡിൻ്റെ കേസിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള ഫ്രാക്ചറിനെ നമ്മൾ ഡക്റ്റൈൽ ഫ്രാക്ചർ എന്നും വിളിക്കും. ഗ്ലാസിൻ്റെ കേസിൽ വരുന്ന ഫ്രാക്ചറിനെ എന്ത് വിളിക്കും, ബ്രിട്ടിൽ ഫ്രാക്ചർ എന്നും വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ വായിച്ചു നോക്കാം കേട്ടോ. എന്താണ് ഡക്റ്റൈൽ ഫ്രാക്ചർ? ദിസ് യൂഷ്വലി ഒക്കേഴ്സ് പ്രയർ ടു ദ ആക്ച്വൽ ഫെയിലർ ഓഫ് ദ മെറ്റീരിയൽ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്റ്റെൻസീവ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓർ നെക്കിങ്. അല്ല, എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഷേപ്പ് തന്നെ മാറിക്കൊണ്ടേയിരിക്കില്ല. നമ്മൾ റബ്ബർ ബാൻഡ് കേസിൽ പറഞ്ഞ പോലെ അതിന് വലിയ തോറും ഷേപ്പ് മാറി അവസാനം ഇതേപോലെ ഇവിടെ കാണുന്ന പോലെ നെക്കിങ് സംഭവിക്കും അല്ലെ. നെക്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷേപ്പ് മാറി അല്ലേ, നെക്കിങ് സംഭവിക്കും. ശേഷമായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ആ ഒരു ഫെയിലർ സംഭവിക്കുന്നുണ്ടായിരിക്കുക. ദ ഫ്രാക്ചേർഡ് സർഫസസ് ഗിവ് കപ്പ് ആൻഡ് കോൺ അപ്പിയറൻസ് അല്ലെ. കപ്പ് ആൻഡ് കോൺ അപ്പിയറൻസ് ഇവിടെ കാണുന്ന പോലെ കപ്പ് ആൻഡ് കോൺ അപ്പിയറൻസ് ആണ് ഉണ്ടായിരിക്കുക. ദർ ഈസ് അബ്സോർപ്ഷൻ ഓഫ് മാസീവ് അമൗണ്ട്സ് ഓഫ് എനർജി ആൻഡ് സ്ലോ പ്രൊപ്പഗേഷൻ ബിഫോർ ദ ഫ്രാക്ചർ ഒക്കേഴ്സ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ആ ഒരു എനർജി, മാസീവ് എമൗണ്ട് ഓഫ് എനർജി അവിടെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം എന്താണ്, അതിങ്ങനെ വലിയും തോറും എനർജി ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് അല്ലെ. റബ്ബർ ബാൻഡിൻ്റെ കേസിലൊക്കെ ആലോചിച്ച് നോക്കുക, അവസാനമായിരിക്കും എന്ത് ചെയ്യുക, ഫ്രാക്ചർ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ എന്താണ് ഡക്റ്റൈൽ ഫ്രാക്ചറും ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടിൽ ഫ്രാക്ചറും ചോദിക്കാം. ഇപ്പോൾ രണ്ടും ഞാൻ 1 മാർക്കിനും ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിനും ഡെഫിനേഷൻ ആയിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കി. ഓക്കെ, അതേപോലെ നമുക്കിനി ബ്രിട്ടിൽ ഫ്രാക്ചർ എന്താ പറയുന്നത്. ഹിയർ ദ ഫെയിലർ ഒക്കേഴ്സ് വെൻ ദ ഫ്രാക്ചർ ക്രാക്ക് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ക്രോസ് സെക്ഷൻ വിത്തൗട്ട് ആൻ അപ്രീഷ്യബിൾ ഡിഫോർമേഷൻ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ, വിത്തൗട്ട് ആൻ അപ്രീഷ്യബിൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അല്ലേ. ഇവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇല്ല, ഡയറക്റ്റ് പൊട്ടാണ്, ബ്രേക്കായി പോവാണ് അല്ലേ. ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കാണ്ട് ഡയറക്റ്റ് ബ്രേക്കായി പോകുന്ന ആ ഒരു ഫ്രാക്ചറാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ. ബ്രിട്ടിൽ ഫെയിലിയർ റെഫേഴ്സ് ടു ദ ബ്രേക്കേജ് ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു എ സഡൻ ഫ്രാക്ചർ. പറഞ്ഞ പോലെ സഡനായിട്ടായിരിക്കും ഫ്രാക്ചർ ഉണ്ടാവുക. വെൻ എ ബ്രിട്ടിൽ ഫെയിലിയർ ഒക്കേഴ്സ് ദ മെറ്റീരിയൽ ബ്രേക്ക് സഡൻലി ഇൻസ്റ്റെഡ് ഓഫ് ഡിഫോമിങ് ഓർ സ്ട്രെയിനിങ് അണ്ടർ ലോഡ്. ഓക്കെ, വെൻ എ ബ്രിട്ടിൽ ഫെയിലർ ഒക്കേഴ്സ് ദ മെറ്റീരിയൽ ബ്രേക്ക് സഡൻലി ഇൻസ്റ്റെഡ് ഓഫ് ഡിഫോർമിങ് ഓർ സ്ട്രെയിനിങ് അണ്ടർ ലോഡ് അല്ലേ. അവിടെ സ്ട്രെയിൻ സംഭവിക്കാണ്ടല്ലേ, ഡിഫോർമേഷൻ സംഭവിക്കാണ്ട് ഡയറക്റ്റ് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ബ്രിട്ടിൽ ഫ്രാക്ചറും ഡക്റ്റൈൽ ഫ്രാക്ചറും എന്ത് ചെയ്യുക, 1 മാർക്കിനോ 3 മാർക്കിനോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നോച്ച് സെൻസിറ്റിവിറ്റി. അടുത്ത് ഈ ഒരു ടേം നമുക്ക് 1 മാർക്കിനോ 3 മാർക്കിനോ ഡെഫിനിഷനായിട്ട് ചോദിക്കാൻ ചാൻസിലാണ്. അപ്പോൾ നോക്കാം എന്താണ് നോച്ച് സെൻസിറ്റിവിറ്റി. അത് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു മരം മുറിക്കുന്ന കേസ് ആലോചിച്ച് നോക്കാം. ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ട്.
ഇതൊരു മരം. നമ്മൾ സാധാരണ മരങ്ങൾ സാധാരണ നമ്മൾ കാണുന്നതാണ്. നമുക്കറിയാം മരം മുറിക്കുന്നതും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ മരത്തിന് കുറേ ചില്ലകളും കൊമ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു മരം. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആക്സ് ഉപയോഗിച്ച് നമ്മൾ മരം മുറിക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം ആക്സ് നല്ല ഷാർപ്പൻ എഡ്ജ് ഉണ്ടായിരിക്കും, ആക്സിന് ഹാൻഡിലുണ്ടായിരിക്കും. ഇത് നമ്മുടെ ആക്സാണ് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ആക്സാണ്. ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ കോടാലി ഉപയോഗിച്ച് നമ്മൾ മരം മുറിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മരം മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് ആരൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് അനുഭവിച്ചറിഞ്ഞൊരു കാര്യമായിരിക്കും. മരം മുറിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആദ്യം ഒരു സൈഡിൽ നിന്ന് വെട്ടി ഇങ്ങനെ ചിലപ്പോൾ ഒരു വി ഷേപ്പിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിലുള്ള മരക്കാണ് എന്താവും, ചിലപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കും, ഒരു ഗ്രൂവ് കട്ട് ചെയ്ത് വെക്കും. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇവിടുന്ന് ഒരു കയറിട്ട് കെട്ടി ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒരാൾ പോയിട്ട് ഇവിടുന്ന് പിടിച്ച് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ലോഡ് കൊടുത്താൽ ചിലപ്പം ഇതുകൊണ്ട് മുറിക്കാൻ പറ്റും, മരം മുറിച്ചിടാൻ പറ്റും. അതായത് നമുക്ക് ഇത്രയും വരുന്ന പോർഷൻ നമ്മൾ പിന്നെയും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, സ്ട്രെസ്സ് ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി നോച്ച് സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ഇതാണ് ശരിക്കും നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ഇങ്ങനെ നമ്മൾ വി കട്ട് ചെയ്യുന്നില്ല, ഇവിടെ വി കട്ട് കൊടുക്കുന്നുണ്ട്, ആ നോച്ച് പോലെ കട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക, ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇവിടെ സ്ട്രെസ്സ് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രെസ്സ് ഡെവലപ്പ് ആവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കൂടുതൽ സ്ട്രെസ് ഡെവലപ്പ് ആകുമ്പോൾ പെട്ടെന്ന് അവിടെ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും വലിയ സ്ട്രെസ് അവിടെ കിട്ടുമ്പോൾ എന്തായിരിക്കും, അവിടെ ബ്രേക്കേജ് സംഭവിക്കാൻ എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു സംഭവം നമ്മൾ നോച്ച് സെൻസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ പറഞ്ഞു നോക്കാം. ബിക്കോസ് ഓഫ് നോച്ച് ഓർ ഹോൾ ഓർ കാവിറ്റി സ്ട്രെസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. നമ്മൾ പറഞ്ഞ പോലെ ആ നോച്ചോ അല്ലെങ്കിൽ ഹോളോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഒരു കാവിറ്റിയോ കണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ സ്ട്രെസ്സ് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ആവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫിഗറിൻ്റെ കേസിലാണ് നമുക്ക് ഈ ഒരു പോയിന്റിലേക്കായിരിക്കും എന്ത് ചെയ്യുക, സ്ട്രെസ്സ് കോൺസെൻട്രേറ്റ് ആവുക. ബിക്കോസ് ഓഫ് ദ നോച്ച് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഓർ സ്ട്രെസ് റിക്വയർഡ് ടു ബ്രേക്ക് ദ മെറ്റീരിയൽ വിൽ ബി ലെസ് അല്ലേ. അപ്പോൾ ബിക്കോസ് ഓഫ് ദ നോച്ച്, ഈ നോച്ചിൻ്റെ കാരണം അല്ലെങ്കിൽ നോച്ചിൻ്റെ സഹായത്താൽ എന്ത് സംഭവിക്കുന്നു, ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് റിക്വയർഡ് ടു ബ്രേക്ക് ദ മെറ്റീരിയൽ വിൽ ബി ലെസ്. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സോ അല്ലെങ്കിൽ സ്ട്രെസ്സോ എന്ത് ചെയ്യും, അവിടെ കുറച്ച് മതിയായിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് നോച്ച് സെൻസിറ്റിവിറ്റി. ഇതിനാണ് നമ്മൾ നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഞാൻ പ്രത്യേകം ആ ഒരു ഫിഗർ, ആ ഒരു മരമൊക്കെ വരയ്ക്കാനുള്ള കാരണം എന്താണ്, നിങ്ങൾക്കത് ഓർമ്മ വരും. മരം വരച്ച സംഭവം, ആ ഒരു സംഭവം എന്താ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ പ്രാക്ടിക്കൽ ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ പറയുന്നത് എന്താണ്, നമുക്ക് ഇത് 1 മാർക്കിനായിരിക്കില്ല, 3 മാർക്കിന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്താണ് നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോച്ച് സെൻസിറ്റിവിറ്റി പഠിച്ചു, ഫെയിലർ അഥവാ ഫ്രാക്ചർ പഠിച്ചു, അതിൽ ബ്രിട്ടിൽ ഫ്രാക്ചറും പഠിച്ചു, അതുപോലെ ഡക്റ്റൈൽ ഫ്രാക്ചറും പഠിച്ചു. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സിലബസിൽ വരുന്ന അടുത്ത കാര്യം ടെസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്കറിയാവുന്ന പോലെ അതിൻ്റെ ടഫ്നെസ്സോ സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത്തോ ടെൻസൈൽ സ്ട്രെങ്ത്തോ ഡക്റ്റിലിറ്റിയോ മാലിബിലിറ്റിയോ അതിൻ്റെ ഹാർഡ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമിൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അവിടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റുകളാണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടെസ്റ്റുകളാണുള്ളത്. ഇതിലൊന്നാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, രണ്ടാമത്തെയാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ സാധാരണ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MT ലെവലിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. UTM എന്ന് പറയുന്ന മെഷീൻ അല്ലേ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. നിങ്ങൾ അവിടെ എന്താണ് ടെൻസൈൽ സ്ട്രെങ്ത് അളക്കാനും അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് അളക്കാനൊക്കെ വേണ്ടി ഒരു സ്റ്റീൽ റോഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ സ്റ്റീൽ റോഡ് വർക്ക് പീസായി എടുത്തിട്ട് നിങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റീൽ റോഡ് പൊട്ടിക്കും, അവസാനം പൊട്ടിക്കും, എന്നിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫെയിലർ ആവും. ആ ടെസ്റ്റ് അല്ല ഫെയിലർ ആവുന്ന, ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഫെയിലർ ആക്കും, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയാം. ഇനി അതേപോലെ നിങ്ങൾ ബ്രിന്നൽ ഹാർഡ്നസ് ടെസ്റ്റോ അല്ലെങ്കിൽ റോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്പാക്ട് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അപ്പോഴും നിങ്ങളത് പൊട്ടിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ റോക്ക് വെല്ലോ അല്ലെങ്കിൽ ബ്രിന്നലൊക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റെ മേലെ നമ്മളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു
എന്താ പറയുക ഒരു കുഴി പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇമ്പാക്ട് സ്ട്രെങ്ത് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ നേരത്തെ പഠിച്ച പോലെ നമ്മൾ ഒരു വർക്ക് പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ വലിയ പെൻഡുലം ലോഡ് വെച്ചിട്ട് ഇടിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടിച്ച് ചെയ്യുന്ന ടെസ്റ്റാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും NDT എന്ന് പറഞ്ഞാൽ അഥവാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷേ എങ്ങനെ മനസ്സിലാക്കുക, അത് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫെയിലർ ആക്കേണ്ട ആവശ്യമില്ല. അതിന് എക്സാമ്പിൾസാണ് ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ കാലിന് വല്ല ഫ്രാക്ചർ പറ്റിയാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്റേ എടുക്കാറുണ്ട് അല്ലേ. നമ്മൾ എങ്ങനെ എക്സ്റേ എടുക്കുക, നമ്മൾ വീണ്ടും നമ്മുടെ എല്ല് പൊട്ടിച്ചിട്ടാണോ എടുക്കുകയല്ലോ. നമ്മൾ എക്സ്റേ മെഷീൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ലൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ കാലോ കയ്യോ വെക്കും, നമുക്ക് സംശയമുള്ള ഭാഗം വെക്കും. ശേഷം എന്ത് ചെയ്യും, ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെയുള്ള ഫ്രാക്ചറിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടെസ്റ്റുകളാണ് NDT അഥവാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ഓർത്ത് പോകുന്നത് എക്സാം പോയിൻ്റ് ചോദിക്കും. അതായത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, സിമ്പിൾ വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾസാണ് നിങ്ങൾ MT ലാബിൽ പഠിച്ചിട്ടുള്ള ഹാർഡ്നെസ് ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, ടെൻസൈൽ ടെസ്റ്റ് ഒക്കെ ഇതിന് എക്സാമ്പിൾസാണ്. പിന്നെ NDTക്ക് എക്സാമ്പിൾസാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ, റേഡിയോഗ്രഫി, അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ, LPT അഥവാ ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് NDT അഥവാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് എക്സാമ്പിൾസാണ്. അപ്പോൾ അതിൻ്റെയും ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് ഈസി ആയിട്ടുള്ള വേർഡ്സാണ് കൊടുത്തുള്ളത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ചോദിക്കാവുന്ന ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് NDTയും അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും ചോദിക്കാം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ എക്സാമ്പിൾസും ചോദിക്കാം. ഓക്കെ, 3 മാർക്കിനൊക്കെ ആണെങ്കിൽ NDTക്ക് എക്സാമ്പിൾസോ അല്ലെങ്കിൽ NDTക്കും DT അഥവാ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് രണ്ടിൻ്റെയും കൂടി എക്സാമ്പിൾസ് വേണമെങ്കിൽ 3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. ഓക്കെ, അത് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ MT ലാബിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിലുണ്ടായിരിക്കാം. എന്നാൽ NDT ആകുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അധികം കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ റേഡിയോഗ്രാഫിയും അൾട്രാസോണിക് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാരണം പല ആളുകളും വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആകുമ്പോൾ എന്തെയും ഒക്കെ ചിലപ്പം കേട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്താണെന്നും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്താണെന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ ഇത്രയും ടോപ്പിക്സ് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി വരുന്ന ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വേണ്ടി ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.